വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ നമ്മെ മലയാളികളെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിച്ചു, ഇനിയൊരു ദുരന്തം കേരളത്തെ ഇങ്ങനെ വിഴുങ്ങരുതേ എന്ന്. അന്ന് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോയതിന്റെ വേദന പങ്കുവെച്ച് പലരും എത്തിയപ്പോൾ അവരെ ഏതു വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ നാം ഓരോരുത്തരും നിന്നു. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും അനുജത്തിയും നഷ്ടപ്പെട്ട് ശ്രുതി ഒറ്റയ്ക്ക് നിന്നപ്പോൾ ശ്രുതിയെ അന്ന് ചേർത്ത് പിടിക്കാൻ ജെൻസൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രതിശ്രുത വരനായ ജെൻസൺ അപ്പോഴും ശ്രുതിയെ ചേർത്തു പിടിച്ചു. എന്നാൽ ഇപ്പോൾ ശ്രുതിയും പ്രതിശ്രുത വരൻ ജെൻസന് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത മലയാളികൾ ഏറെ വേദനയോടെയാണ് കേട്ടത്. തലയ്ക്ക് പരിക്കേറ്റ ജെൻസൺ അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരം. കാലിന് പരിക്കേറ്റ ശ്രുതിയും കൽപ്പറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. ശ്രുതിയും ജെൻസനും സഞ്ചരിച്ച വാൻ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ മറ്റു ബന്ധുക്കളെയും കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടമായിരുന്നു. സഹോദരിയുടെ മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിച്ചത്. എന്നാൽ ആ സമയത്തും ശ്രുതിയെ കൈവിടാതെ പ്രതിശ്രുതവരനായ ജെൻസൺ കൂടെ കൈപിടിച്ചിരുന്നു. ദീർഘനാളുകളായി പ്രണയത്തിലായിരുന്ന ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 മാസത്തിന് ശേഷമാണ് എല്ലാം തകർത്ത് ഉരുൾപൊട്ടൽ എത്തിയത്. ഡിസംബറിലാണ് ശ്രുതിയുടെ വിവാഹം തീരുമാനിച്ചിരുന്നത്. അതിനുവേണ്ടി സ്വരുക്കൂട്ടിയ 4.5 ലക്ഷം രൂപയും 15 പവനും മാസങ്ങൾക്ക് മുൻപ് മാത്രം പാലുകാച്ചൽ കഴിഞ്ഞ വീട്ടിലും എല്ലാം ആ മണ്ണിൽ അമർന്നിരുന്നു. അതേസമയം അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ട ഒറ്റയ്ക്ക് നിന്നിരുന്ന ശ്രുതിയുടെ കൈകൾ പിടിച്ച് ജെൻസൺ പറഞ്ഞ വാക്കുകൾ ഏതൊരു മലയാളിക്കും ഒരാശ്വാസമായിരുന്നു. ഒരിക്കലും ഞാൻ ഇവളെ കൈവിടില്ല, ഇവളെ എൻ്റെ ജീവിതത്തിലെ പാതിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇനി ഒരിക്കലും അതിലൊരു മാറ്റമില്ല എന്ന് ജെൻസൺ പറഞ്ഞപ്പോൾ എല്ലാ മലയാളികളും ഒരേപോലെ കൈയടിച്ചു. എന്നാൽ ഇന്ന് ജെൻസൺ മരണത്തോട് മല്ലടിക്കുകയാണ് വെന്റിലേറ്ററിൽ. എല്ലാ മലയാളികളും ഒരേപോലെ പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്ക് ഇനിയൊരാഘാതം കൂടി താങ്ങാൻ കഴിയില്ല. ജെൻസൺ കൂടി അവളെ വിട്ടുപോയാൽ അവൾക്കത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാകും. ജെൻസൺ തിരിച്ചു വരണം. ഇരുവരും ഒരുമിച്ച് ദീർഘനാളുകൾ സന്തോഷത്തോടെ ജീവിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഓരോ മലയാളികളും കേരളവും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.